ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ധോനി ബേബീനെ എടുത്തുകൊണ്ടുള്ള പാചകം കേട്ടോ. ഇവൾക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ജലദോഷവും പനി. അപ്പോൾ ഒരു ഗുളികയൊക്കെ കൊടുത്തു. പിന്നെ മൂക്കിലൊറ്റിക്കണ മൂക്കടഞ്ഞിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കുറവുണ്ട്. കുളിപ്പിച്ചിട്ട് രണ്ട് ദിവസമായിട്ടോ. മേല് കഴുകി കൊടുക്കും, തല നനയ്ക്കാറില്ല അങ്ങനെ. അപ്പം ഇനി ജലദോഷം അധികമാവണ്ടെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ രാവിലെ തന്നെ അവളൊന്ന് ഉറങ്ങി എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തിന് അമ്മായിയുടെ വകതാ ചോറായി. പൂള മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ പൂള കൊത്തിപ്പെറുക്കിയിട്ട് കൊത്തി മുറിച്ചിട്ടൊക്കെ നമ്മൾ പുഴുക്കുണ്ടാക്കില്ലേ, അതിനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറായി. ഇനി മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മീനതാ അടുപ്പത്ത്, മീൻ കറി അടുപ്പത്തുണ്ട്. ഇത് പൂളയാണ് കേട്ടോ. പൂള അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുട്ടിയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, അതാ ഞാൻ തുറന്ന് കാണിച്ചു തരാത്ത കേട്ടോ. പിന്നെ ഇത് ഉപ്പേരി, പയറുപ്പേരി, പച്ചപ്പയർ കേട്ടോ. സാമ്പാറൊക്കെ ആയിരിക്കണു. ചോറതാ വാർത്ത് വെച്ചിട്ടുണ്ട് അമ്മായി. മീൻ കറി ഇതാട്ടോ തിളയ്ക്കണു അടുപ്പത്ത്. വറക്കാനുള്ളത് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പണിയിട്ടപ്പോൾ ഇനിയിപ്പോൾ ആരുടെ അടുത്ത് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒക്കെ തന്നെ വെച്ചിട്ട് ഞാൻ കറിക്കൊക്കെ മീനൊക്കെ കറിയിലിട്ടതും പിന്നെ തീ നീക്കിയിടുകയൊക്കെ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ ഇവളൊന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല. മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി പരിപാടിയൊക്കെ കറി ആയിരിക്കണു. ഉറക്കാൻ മതിയായിട്ടില്ല, നല്ല ക്ഷീണുണ്ട് അല്ലേ. പിന്നെ ഹായ് പറഞ്ഞ എല്ലാവരോടും ഹായ് ഹായ്. മീൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ധോനി ബേബീനെയൊക്കെ മേല് കഴുകിച്ച് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. കുറുക്കൊക്കെ വിരകിട്ടോ. ഇതിനിടയിൽ കുറുക്കൊക്കെ വിരകി അവൾക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നെ അവളത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തെ വീട്ടിലത്തെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയുടെ അടുത്ത് നിർത്തിയിട്ടാണ് ഞാൻ മീൻ പൊരിക്കാനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്താകുമ്പോൾ, താഴത്തെ വീട്ടിലത്തെ അമ്മയുടെ അടുത്താകുമ്പോൾ അവൾ നിൽക്കും. പിന്നെ അമ്മ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാൽ പിടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വേഗം അമ്മയുടെ അടുത്താക്കി. അപ്പോൾ അവൾ നല്ല കളിയാണ് അവിടെ, മുട്ടുത്തി കളിക്കുകയാണ് കേട്ടോ കോലായിൽ. അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ അവളെ ഉൾപ്പെടുത്താത്ത എന്താണെന്നറിയോ, വീഡിയോ സ്ട്രൈക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാലോ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് പേടിച്ചിട്ടാട്ടോ. പിന്നെ അങ്ങനെ ഇതാ രാജേഷേട്ടൻ വന്നു. രാജേഷേട്ടൻ ചോറിനാൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി ചോറ് വിളമ്പി വെക്കണം. അതേപോലെ തന്നെ കറികളൊക്കെ ഇനി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടൊന്നുമില്ല, വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടൊക്കെ. അപ്പം ഇനി അത് പാത്രത്തിലേക്കൊക്കെ ആക്കി വെക്കണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു, എന്താ മോളെ ചിരിക്കാത്ത, ഇവിടെ വന്നാൽ ചിരിക്ക്, എന്താ ചിരിക്കണില്ലേ എന്നൊക്കെ. പിന്നെ ഞാൻ എന്താണെന്നറിയോ, നമുക്കിപ്പോൾ വെറുതെ എന്തെങ്കിലും, ഞാൻ തനിച്ചായിരിക്കും എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നത്. അപ്പം ഞാൻ പിന്നെ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ഓൺ വോയിസിലല്ല സംസാരിച്ചിട്ട് വീഡിയോ അധികം ചെയ്യാറുള്ളത്. ഓൺ വോയിസിലൊക്കെ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ് കേട്ടോ. പിന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ അവിടെയൊക്കെ വെച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രൈപോഡിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ വെറുതെ ഓൺ വോയിസിൽ സംസാരിക്കേണ്ട വീഡിയോസിനൊക്കെ നമ്മൾ വെറുതെ നമ്മൾ എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വെറുതെ എന്തിനാ ചിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ നോർമലി നമ്മൾ ഒരാൾ തനിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തനിയെ എന്തെങ്കിലും വെറുതെ വീഡിയോയിൽ നമ്മൾ ചിരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇപ്പം ഞാൻ ഓൺ വോയിസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇപ്പോൾ നമ്മൾ ചിരിച്ചിട്ട്, എൻ്റെ വീട്ടിൽ പോയാലും ശരി ഓൺ വോയിസിൽ സംസാരിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ ചിരിച്ചിട്ട് തന്നെ കേട്ടോ വീഡിയോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനൊരു മറുപടിയായിട്ട് പറഞ്ഞതാട്ടോ. ഇനി അതിന് ആരും വിഷമിക്കൊന്നും വേണ്ട. പിന്നെ ഒരുപാട് നല്ല കമൻസുകളും തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കത് ഏതാണോ ശരി ഏതാ തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അറിയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇന്നത് കൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും
ഒരിക്കൽ കൂടി ഞാൻ പറയാം കേട്ടോ, ഞാൻ ഓൺ വോയിസിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിരിച്ചിട്ട് തന്നെ കേട്ടോ വീഡിയോ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് തനിയെ നിന്നിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഫോൺ വെച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ വെറുതെ എന്തിനാ നമ്മൾ ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തനിച്ചല്ലേ ഉണ്ടാവാറുള്ളൂ. പിന്നെ അമ്മായിയൊക്കെ അപ്പുറത്തായിരിക്കും. ഞാനും അമ്മായി ഉള്ള ടൈമിലാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണോ ഓരോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെ ഇതാ മീൻ വറുത്തതൊക്കെ ആയി. താഴത്തെ വീട്ടിലത്തെ അമ്മ അങ്ങനെ കുട്ടീനെ കുറച്ചു നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അമ്മ പോയിട്ടോ. പിന്നെ രാജേഷ് ഏട്ടൻ വന്നുകൊണ്ട് പിന്നെ അവളെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അമ്മയും അമ്മായി രാജേഷ് ഏട്ടനും അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മീൻ വറുക്കൽ മുഴുവനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു അഞ്ചാറെണ്ണം അങ്ങനെ ആയിട്ടാണ് കേട്ടോ വറുത്തെടുത്തതൊക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി അവർ കഴിച്ചെണീക്കും ചെയ്യട്ടെ. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളും പോയി ഇനി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുപ്പത്തുള്ളത് കരിഞ്ഞും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാനൊക്കെ ഇരുന്നത്. പിന്നെ ധോനി ബേബി ഇനി കുറച്ചു നേരം രാവിലെ ഉറങ്ങിയതാണ് അവള്. പക്ഷെ ഇനിയിപ്പോൾ കുറച്ച് മേലൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതല്ലേ, കുറച്ചു നേരം കളിച്ചതുകൊണ്ടൊക്കെ ഇരുന്നത് കൊണ്ട് ഇനി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേന് തന്നെ അവൾ നിൽക്കുമെന്നറിയില്ല. അപ്പോൾ അവൾക്ക് ഫീഡ് ചെയ്യാനോ അങ്ങനെ എന്തിനേലൊക്കെ മാറി നിൽക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ കഴിക്കാൻ വീണ്ടും വഴുകൂട്ടോ. അവൾ ചിലപ്പോൾ ഉറക്കത്തിനൊക്കെ വാശിയാവും കേട്ടോ. ഉറക്കം വരുന്ന ടൈമിലൊക്കെ ഒന്ന് വാശി പിടിക്കുകയുള്ളൂ. അതേപോലെ നമ്മളെങ്ങടെയും ഇറങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില സമയത്ത് ആരും ഇല്ലയെന്നുണ്ടെങ്കിലൊക്കെ കുറേ നേരം തനിച്ചിരുന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഇടയ്ക്ക് എൻ്റെ കണ്ടാൽ ചിലപ്പോൾ വാശി പിടിക്കാനൊക്കെ വരും. അപ്പോൾ പിന്നെ അവൾക്കൊന്ന് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം അവളെ കളിക്കാൻ വിട്ടാൽ പിന്നെ കുറച്ചു നേരം കൂടി കളിക്കുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെ എപ്പോഴൊന്നും വാശിയില്ല. പിന്നെ ഈ ജലദോഷമൊക്കെ വന്നതുകൊണ്ട് 2 ദിവസം അവൾക്ക് നല്ല വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രി മൂക്കടഞ്ഞിട്ടൊക്കെ ഉറങ്ങാൻ പറ്റാതെയും ശ്വാസം എടുക്കാൻ പറ്റാതെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ ആ ഇതെല്ലാം മരുന്ന് ഡോക്ടറെയൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ അത് അങ്ങോട്ട് ആ ഒറ്റിക്കുന്ന മരുന്ന് മൂക്കിലൊറ്റിക്കുന്ന മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുറേ ഭേദമായി കേട്ടോ. പിന്നെ എന്നിട്ടാണ് പിന്നെ രാത്രിയൊക്കെ ഒന്ന് ഉറങ്ങിയത്. അല്ലെങ്കിൽ രാത്രി ഒന്നും കരയേയില്ല, ഒരു വാശിയില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അവളെ കുറച്ചു നേരമൊക്കെ പിന്നെ എടുത്തു. ഇവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തേക്ക് എടുത്തിട്ട് കുറച്ചു നേരം ഇരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവരെ ഏട്ടൻ്റെയും അമ്മയുടെയും അവരെല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാനാ ഭക്ഷണം കഴിക്കായിരുന്നത് കേട്ടോ. പിന്നെ അമ്മായിയൊക്കെ ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ കഴുകി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മഴയാണ്. മഴയ്ക്കാണെങ്കിൽ ഒരു കുറവുമില്ല കേട്ടോ. അറിയാലോ എല്ലായിടത്തും മഴയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയല്ലേ, അപ്പോൾ കാറ്റും അതേപോലെ കാറ്റും ഉണ്ടല്ലോ. ഇവിടേക്കൊക്കെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അതിൻ്റേതായ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം കാറ്റ് വരുമ്പോൾ പേടിയാണ് നമുക്ക്. അതേപോലെ നമുക്ക് മഴയ്ക്ക് അങ്ങനെ വലിയ പേടി തോന്നില്ല കേട്ടോ. പക്ഷെ കാറ്റിനോട് ഭയങ്കര പേടിയാണ്. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പേടി തോന്നും. അപ്പോൾ ഇന്നത്തെ പാചകം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേ ധോനി ബേബീനെ ഒക്കത്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ പാചകം ഫുള്ള്. അപ്പോൾ പിന്നെ എന്താണെന്നറിയാം, അവൾ ഉറങ്ങി നീച്ച ആ ഒരു ഇതിലായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇതായിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടാൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, സ്നേഹം വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ കുഞ്ഞ് ഫാമിലി വ്ളോഗാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അമ്മായി എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അമ്മായിയോടൊരു ഹായ് പറയണം കേട്ടോ. അമ്മായി ഞാൻ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ചോദിച്ചു, കുട്ടി അവരെല്ലാവരും ചോദിക്കാറുണ്ടോ, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നതല്ലേ, അപ്പോൾ അവരൊക്കെ ചോദിച്ചോ ഞാൻ എവിടെയെന്നൊക്കെ ചോദിച്ചില്ലേ, അവരെന്തൊക്കെ വിവരം, അവരെന്തെങ്കിലും വിളിക്കാറുണ്ടോ? അമ്മായിയുടെ വിചാരം അവർ വിളിക്കും പറയും അങ്ങനെയൊക്കെ, നിങ്ങൾ ഓരോരുത്തരും വിളിക്കും പറയും അങ്ങനെയൊക്കെയാണ് അമ്മായിയുടെ വിചാരം. അമ്മായിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അമ്മായിയോട് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. അമ്മായി അന്വേഷിച്ചു, അമ്മായിനെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അമ്മായിക്ക് വളരെ സന്തോഷമായിട്ടോ, കാരണം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴേ. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അമ്മായി പറഞ്ഞു, കുട്ടി നമ്മൾ അതുണ്ടാക്കണത് ഇതുണ്ടാക്കണതൊക്കെ വീഡിയോ എടുത്തോട്ടോ, പിന്നെ ഒന്നും ഇങ്ങനെ മാറിപ്പോണ്ട, എല്ലാം ഉണ്ടാക്കിയത് അവരോട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി വീഡിയോ എടുക്കാനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ.
അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് മാറി വിട്ടു പോയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മായി നമ്മളെ അത് ഓർമ്മപ്പെടുത്തും. കുട്ടി അത് എടുത്തോ, എന്താണ്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചത് എടുത്തോ, ഇത് പറഞ്ഞോ, അത് പറഞ്ഞോ എന്നൊക്കെ അമ്മായി നമ്മളെ ഓർമ്മിപ്പിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഫുൾ സപ്പോർട്ടാണ് അമ്മായി. പിന്നെ അതേപോലെ നമുക്ക് സമയം പോകാനാണെങ്കിൽ ശരി, ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്മായി ജോലിക്ക് പോയാൽ ഇങ്ങനെ അവരൊക്കെ പണ്ടൊക്കെ പാടത്തെ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനത്തെ പണിക്കൊക്കെ പോയായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളും പിന്നെ മഴക്കാലത്തെ പറ്റി അന്നത്തെ ഓരോ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ അവരിങ്ങനെ കഥ പറയും അമ്മായി. നല്ല രസമാണ്. അടുക്കളയിൽ ഇപ്പോൾ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് കഥ പറയും. അവിടെ നിന്നിട്ട് അമ്മായി ഇങ്ങനെ പറയും, ഞാനിങ്ങനെ മൂളി കേൾക്കും. അപ്പോൾ ഞാൻ ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു ഓരോ കഥയും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യട്ടോ. അതുകൊണ്ട് വലിയ ജോലിഭാരം തോന്നാറില്ല. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അമ്മായി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ധോനി ബേബി ആണെങ്കിലും ധോനി ബേബി ഉണ്ടെങ്കിലും ധോനി ബേബിനോട് നല്ല തമാശയൊക്കെ പറയട്ടോ വലിയമ്മായി. കുട്ടി എവിടെയാണ്, എന്താണ്, ആരാ അത് എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അമ്മായിയുടെ നിറം കാണുമ്പോഴത്തേന് ധോനി ബേബി ചിരിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി അഥവാ അമ്മായി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അവളിങ്ങനെ അമ്മായിനെ ഇങ്ങനെ വിളിക്കും, ഏയ് കുട്ടിയേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇങ്ങനെ ഓരോ ശബ്ദമിട്ട് ഇങ്ങനെ അമ്മായിനെ വിളിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ചോറൂണൊക്കെ കഴിഞ്ഞു. ഞാനും അമ്മായിയും പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചു. ഇനി മഴയാണെങ്കിൽ ചിലപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടും പോയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വേഗം കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചു. അപ്പോഴത്തെ മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.